JAM Mathematics 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് G be a finite group, then G is necessarily a cyclic group if order of G is. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഇതാണ്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിനകത്ത് ആ ഗ്രൂപ്പിന് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓർഡർ ഉണ്ട് എങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് സൈക്ലിക് ഗ്രൂപ്പ് ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഓർഡർ ഏതാണ്? അതായത് ഇപ്പോൾ ഓർഡർ ഓഫ് G is equal to 4 ആണ് എങ്കിൽ നമ്മൾക്ക് ആ ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കുമോ? അതുപോലെ ഓർഡർ ഓഫ് G 7 ആണ് എങ്കിൽ അത് ഡെഫിനറ്റ്ലി അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണോ? അതുപോലെ ഓർഡർ ഓഫ് G 6 ആണെങ്കിലോ അല്ലെങ്കിൽ ഓർഡർ ഓഫ് G 10 ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലെ? സോ അങ്ങനെ പറയണമെങ്കിൽ നമുക്കൊരു റിസൾട്ട് അറിയണം. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഇഫ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് G ഈസ് ഈക്വലൻ ടു സം പ്രൈം നമ്പർ, ഒരു പ്രൈം നമ്പർ ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഗ്രൂപ്പ് G ഈസ് സൈക്ലിക് എന്ന് നമുക്ക് പറയാം, അല്ലെ? സോ അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് അറിയാമെങ്കിൽ ഇതൊരു റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാം, ഇതിന് ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം ആണ് എങ്കിൽ നമ്മൾക്ക് അത് സൈക്ലിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഓപ്ഷൻ ബി ട്രൂ ആണെന്ന് പറയാം. കാരണം ഈ തന്നിരിക്കുന്നതിൽ ആകെ ഒരു പ്രൈം നമ്പർ ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, അല്ലെ? ഇനി നമ്മൾ ഓപ്ഷൻ എയിലേക്ക് വരാം. സപ്പോസ് ഓർഡർ ഓഫ് G ഈസ് ഈക്വൽ ടു 4 ആണെന്ന് വിചാരിക്കും, അല്ലെ? അപ്പൊ എന്തുകൊണ്ട് അത് ഫോൾസ് ആയി, അല്ലെ? അപ്പൊ ഫോൾസ് ആവാനുള്ള ഒരു കണ്ടീഷൻ, ഒരു കേസ് എന്ന് പറയുന്നത്, ഇൻ ജനറൽ നമ്മൾക്കിപ്പോ ഒരു n ഓർഡർ ഗ്രൂപ്പ് എടുത്തു, ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് സപ്പോസ് ഓർഡർ ഓഫ് G ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് n ആണ്, അല്ലെ? അപ്പൊ ഈ n ഓർഡറിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് Zn എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ സിമിലർലി ഈ 4 ഓർഡർ ഗ്രൂപ്പിനകത്ത് നമുക്ക് ആരുണ്ടാവും, Z4 ഉണ്ടാവും, ഒരു ഗ്രൂപ്പ്, അല്ലെ? ഈ പക്ഷെ Zn-കളെല്ലാം എന്താണ്, സൈക്ലിക് ആണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് Z4 എന്താണ്, സൈക്ലിക് ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാനുള്ള ഒരു കണ്ടീഷൻ പോലെയാണ് പോകുന്നത്, അല്ലെ? ഇനി ഇതല്ലാതെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. 4 ഓർഡറുള്ള അപ് ടു ഐസോമോർഫിസം രണ്ട് ടൈപ്പ് ഓഫ് ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് Z4 അടുത്തത് ക്ലെയിൻ 4 ഗ്രൂപ്പ് K4. എന്താണ് ഈ K4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് K4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് E, A, B, C, ഈ 4 എലമെന്റ്സുകൾ ഉള്ള ഒരു ഗ്രൂപ്പാണ്. വേർ ഓപ്പറേഷൻസ് പോകുന്നത് ഇങ്ങനെയായിരിക്കും, A, B, അതായത് A ഓപ്പറേറ്റിംഗ് B, വാട്ട് എവർ ദ ഓപ്പറേഷൻ B, അല്ലെങ്കിൽ A സ്റ്റാർ B വിൽ ബി ഈക്വൽ ടു നമുക്ക് C തരും. അതുപോലെ B, C ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതായത് അതിന്റെ മൂന്നാമത്തെ എലിമെന്റ് A തരുന്നുണ്ടാവും. അതുപോലെ AC ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B കിട്ടുന്നുണ്ടാവും. സോ ഇതാണ് അവിടെയുള്ള ഓപ്പറേഷൻ. വേർ E എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലിമെന്റ് ആണ്. അപ്പൊ ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല, ഇതെന്താണ്, ഇത് ഒരു നോൺ സൈക്ലിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ദിസ് ഈസ് ദി സ്മോളസ്റ്റ് നോൺ സൈക്ലിക് ഗ്രൂപ്പ് ആണ്. പക്ഷെ ഇതെന്താണ്, ഇത് അബീലിയൻ ഗ്രൂപ്പ് ആണ്. അബീലിയൻ ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്ത് പറയാം, ഇവിടെ നിന്നും BA ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്, C തന്നെയായിരിക്കും കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ? സോ 4 ഓർഡർ ഗ്രൂപ്പ് അപ് ടു ഐസോമോർഫിസം രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്നെങ്കിൽ അത് Z4 ആയിരിക്കും, അല്ലെങ്കിൽ ക്ലെയിൻ 4 ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഈ ക്ലെയിൻ 4 ഗ്രൂപ്പ് എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് തെറ്റി, അല്ലെ? എക്സാമ്പിൾ നമുക്ക് അപ്പൊ ഇവിടെ എന്തെടുക്കാം, ക്ലെയിൻ 4 ഗ്രൂപ്പ് എടുക്കാം, അല്ലെ? അപ്പൊ സിമിലർലി നമുക്ക് സിയും ഡിയിലും ഒക്കെ നമുക്ക് ഒരു നെസസറിലി നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, C ഓർഡർ ഗ്രൂപ്പുകളെല്ലാം സൈക്ലിക് ആണ്. 6 ഓർഡർ ഗ്രൂപ്പും 10 ഓർഡർ ഗ്രൂപ്പുകളൊന്നും എപ്പോഴും സൈക്ലിക് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഗ്രൂപ്പിന്റെ ഓർഡർ ഒരു പ്രൈം വാല്യൂ ആണ് എങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. എവരി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സബ് ഗ്രൂപ്പ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സോ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾക്ക് ചെക്ക് ചെയ്യണം, അല്ലെ? സോ ഞാൻ പറയുന്നു അത് ട്രൂ ആണ്. സപ്പോസ് ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് പ്രൂവ് ചെയ്യണം, അല്ലെ? സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കുന്നു, അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തു. ഓക്കെ, സോ അപ്പൊ എങ്ങനെ നമ്മൾക്കത് ട്രൂ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എവറി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്, അപ്പൊ ഞാൻ G ഈസ് ഈക്വൽ ടു ഞാൻ എന്തെടുത്തു, ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെന്ന് എടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് G അകത്തുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് G എടുക്കാമല്ലോ, അല്ലെ? അപ്പൊ G അകത്തുള്ള ഒരു എലമെന്റ് G എടുത്തു. അപ്പൊ ഏതൊരു G എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ G അകത്തുള്ള ഏതൊരു G എടുത്തു കഴിഞ്ഞാൽ ഫോർ എവരി G ബിലോങ്സ് ടു G എനിക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ G എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമല്ലോ. കാരണം
നമ്മൾ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു എലമെന്റ് എടുത്തു, ആ എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ഒരു എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് അത് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദാറ്റ് എലമെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. സോ ഈ എലമെന്റുകൾ ഇതെല്ലാം നമുക്ക് എന്ത് ഫോം ചെയ്യും, ഇതൊരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടാവും. സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടി, ഒരു ഗ്രൂപ്പിനകത്ത് ഒരു എലമെന്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സുകൾ ഉണ്ട്. ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സുകളും കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പുകളും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ നമുക്ക് G1 G2 എക്സെട്ര എന്ന് പോകും. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഇൻഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു കേസ് ഉണ്ടാവാം. സപ്പോസ് നമുക്ക് അവിടെ ഒരു ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് സപ്പോസ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സം G1 എന്ന് പറയുന്നതും അതുപോലെ തന്നെ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സം G2 എന്ന് പറയുന്നതും ചിലപ്പോൾ അത് രണ്ടും ഈക്വൽ ആവാൻ, ഒരേ സബ് ഗ്രൂപ്പ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ G1 G2 എക്സെട്ര എന്ന് പറയുന്ന ആ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്, അതായത് ഈ G1 G2 എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ അത്രയും അതെല്ലാം ഇൻഫൈനൈറ്റ് ഗ്രൂപ്പുകൾ ഓൾറെഡി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ പ്രൂഫ് ഡൺ ആയി അല്ലെ. അപ്പൊ സപ്പോസ് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് ഇൻഫൈനൈറ്റ് അല്ല, സപ്പോസ് സം G1 ഉം G2 സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ G1 ഉം സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ G2 എന്ന് പറയുന്നത് ഈക്വൽ ആവാം, ഒരേതാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് there can be എന്ത് എക്സിസ്റ്റ് ചെയ്യാം, some GI സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ GI ഈക്വൽ ടു സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ some GJ ഫോർ some I യും ഫോർ സം I ആൻഡ് J ക്ക് നമുക്ക് ഇതൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തെടുക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. സോ അപ്പൊ നമുക്ക് എപ്പോഴേ നമുക്ക് നമ്മുടെ പ്രൂഫ് ഡൺ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, if G has infinitely many distinct cyclic subgroups exist ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ പ്രൂഫ് ഡൺ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ അപ്പൊ ഇഫ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല എങ്കിൽ, അപ്പൊ ഇൻഫൈനൈറ്റ്ലി ആണെങ്കിൽ, ഇപ്പൊ ഇത് സപ്പോസ് ഇത് ഇൻഫൈനൈറ്റ് ആയിരുന്നു എങ്കിൽ നമ്മൾക്ക് അത് ഓക്കെ, നമുക്കത് പ്രൂഫ് ആയെന്ന് പറയാം. പക്ഷെ ഇഫ് നോട്ട് അല്ലെ, ഇൻഫൈനൈറ്റ്ലി അല്ല എന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് എന്തുണ്ട്, ഇത് ഇൻഫൈനൈറ്റ്ലി മിനി ഡിസ്റ്റിങ്ക്റ്റ് സബ് ഗ്രൂപ്പ് അല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇഫ് നോട്ട് ആണ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും, ഫൈനൈറ്റ്ലി മിനി ആണ് അല്ലെ. നോട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫൈനൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിനെ അബ്രീവിയേറ്റ് ചെയ്ത് എന്ത് വിളിക്കുന്നു, H1 H2 H3 എക്സെട്ര സം HN സബ് ഗ്രൂപ്പുകളാണ്. നമുക്ക് അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആണല്ലോ. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് 1 2 3 എക്സെട്ര സം N എലമെന്റ്സുകൾ അല്ലെങ്കിൽ നമ്മൾ N സബ് ഗ്രൂപ്പുകൾ നമ്മൾക്ക് അവിടെ ഉണ്ട് എന്ന് നമുക്ക് എടുക്കാം അല്ലെ. അപ്പൊ ഇത്രയും സബ് ഗ്രൂപ്പുകളെ അതിനുള്ളൂ. അപ്പൊ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവും എന്നുള്ളത് തെറ്റും. പക്ഷേ നമ്മൾക്ക് ഏതൊരു ഗ്രൂപ്പ് ജീനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സബ് ഗ്രൂപ്പിന്റെ യൂണിയനായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലെ. സോ ഇവിടെ H1 H2 H3 HI കൾ അല്ലെ, I belongs to നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇതിന്റെ യൂണിയൻ എന്ന് പറയുന്നത് എല്ലാ സബ് ഗ്രൂപ്പിന്റെയും യൂണിയൻ എന്ത് ഫോം ചെയ്യണം, നമ്മുടെ ഗ്രൂപ്പിന് എക്സിസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ H1 H2 H3 HN കൾ എല്ലാം ഈ സബ് ഗ്രൂപ്പുകൾ ഓരോന്നും ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ആയിരുന്നു എങ്കിൽ നമുക്ക് എന്തായി പോവും, ഈ G എന്ന് പറയുന്നതും ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയണം, അപ്പൊ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരും. സോ അപ്പൊ നമുക്ക് എന്ത് എടുക്കണം, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു HI എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ യൂണിയൻ നമുക്ക് എന്ത് വരുന്നുണ്ടാവുള്ളൂ, G എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് കിട്ടുള്ളൂ അല്ലെ. സോ ഏതെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് 1 HI എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമുക്കതൊരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കണം. സോ HI കൾ എന്ന് പറയുന്നത് എന്താണ്, സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഒരു എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് HI കൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് HI നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, HI ഈസ് ഈക്വൽ ടു സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സം GI എന്ന് എഴുതാം അല്ലെ. സോ ഈ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ GI എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാ അല്ലെ. അപ്പൊ നമുക്ക് സപ്പോസ് ഈ HI എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ അറ്റ്ലീസ്റ്റ് 1 HI ആണ്, ഞാൻ അതിനെ എന്ത് വിളിച്ചു, സം
എം എന്ന് വിളിച്ചു. അതിനെയാണ് ഞാൻ എച്ച് എം എന്ന് വിളിക്കുന്നത്. സബ് ഗ്രൂപ്പ് വിച്ച് ഇസ് ബീങ് ജനറേറ്റഡ് ബൈ ജി എം ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ എച്ച് എം എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാ. അപ്പൊ ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പുകളൊക്കെ എന്തിനോട് ഐസോമോർഫിക്കാ? സെഡ് അണ്ടർ അഡീഷനോട് ഐസോമോർഫിക്കാ. അതായത് സെഡ് അണ്ടർ അഡീഷന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ എച്ച് എം എന്ന് പറയുന്ന സബ് ഗ്രൂപ്പും സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ. സോ ഈ സെഡ് അണ്ടർ അഡീഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? സെഡ് അണ്ടർ അഡീഷന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ സെഡ് അണ്ടർ അഡീഷന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? നമ്മുടെ ഈ സബ് ഗ്രൂപ്പ് എച്ച് എമ്മിനും നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യണം? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. സോ അഗെയിൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ എച്ച് എമ്മിന് അപ്പൊ അവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എച്ച് എം ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് അല്ലെ. സോ അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? ഈ H1 H2 H3 എക്സെട്രാ സം എച്ച് എം എന്ന് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ എച്ച് എമ്മിന് എന്തുണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ എച്ച് എമ്മിന്റെ സബ് ഗ്രൂപ്പ്സുകളൊക്കെ എന്തിന്റെയും സബ് ഗ്രൂപ്പ് ആയിരിക്കും? ജിയുടെയും സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? ജിക്ക് വീണ്ടും എന്തുണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്തുണ്ട് കിട്ടി അല്ലെ. സോ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ബിക്കോസ് നമ്മളപ്പോ എങ്ങനെയാ പ്രൂവ് ചെയ്തിരിക്കുന്നത്? ജി എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്തു. സപ്പോസ് അതിനകത്ത് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്സുകൾ ഉണ്ട് എങ്കിൽ ഓരോ എലമെന്റിനെ കൊണ്ടും ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? സബ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യും. ആ സബ് ഗ്രൂപ്പുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആണ് എങ്കിൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടി? അത് ഇൻഫൈനൈറ്റ് ആണെന്ന് കിട്ടി. അത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് കിട്ടി അല്ലെ. പക്ഷേ there are possibilities where നമുക്ക് എന്തായിരിക്കും? some gi equal to gj, subgroup generated by gi will be equal to subgroup generated by gj ആയിരിക്കും for some i and j അല്ലെ. അപ്പൊ ഈ some i and j ക്ക് ഇത് ഈക്വൽ ആകുമ്പോൾ അപ്പൊ സപ്പോസ് അത് ഇൻഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് സബ് ഗ്രൂപ്പുകൾ അല്ല ഇങ്ങനത്തെ ഉള്ളത്, പകരം ഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഫൈനൈറ്റ് ആണെങ്കിൽ സപ്പോസ് നമ്മൾ അതിനെ H1 H2 HM എന്ന് വിളിച്ചു. അപ്പൊ ഈ H1 H2 HM എന്ന് പറയുന്നത് പക്ഷെ എന്താകാൻ പാടില്ല? ഈ എല്ലാ H1 H2കളും ഈ എല്ലാ സബ് ഗ്രൂപ്പുകളും പക്ഷെ അത് ഫൈനൈറ്റ് ആവാൻ പാടില്ല. കാരണം അത് ഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ജി കിട്ടൂല. അതായത് യൂണിയൻ എടുത്തു കഴിയുമ്പോൾ ജി കിട്ടണമെന്ന് നിർബന്ധമാണ്. അപ്പൊ ജി എന്ന് പറയുന്നത് പക്ഷെ ഓൾറെഡി എന്താണ്? ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അപ്പൊ അതൊരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു എച്ച് നമുക്ക് എന്തായിരിക്കണം? അത് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഈ എച്ചുകളൊക്കെ എന്താണ്? സൈക്ലിക് സബ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് നമുക്ക് കിട്ടി അല്ലെ. ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് നമുക്ക് കിട്ടി എച്ച് എം. അപ്പൊ അത് എന്ന് പറയുന്നത് സെഡ് അണ്ടർ അഡീഷനോട് ഐസോമോർഫിക് ആയിരിക്കും. സോ സെഡിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അത് എച്ച് എമ്മും കാണിക്കേണ്ടി വരും. സോ സെഡ് അണ്ടർ അഡീഷന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. കാരണം സെഡ് അണ്ടർ അഡീഷന് നമുക്ക് എന്ത് ഇടാം? 2Z ഒരു സബ് ഗ്രൂപ്പാണ്, 3Z 4Z 5Z എന്ന് പറയുന്ന എല്ലാം നമുക്ക് എന്താണ്? സെഡ് അണ്ടർ അഡീഷന്റെ സബ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ സെഡ് അണ്ടർ അഡീഷൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൈക്ലിക് സബ് ഗ്രൂപ്പ്സ് ഉള്ളത് കൊണ്ട് തന്നെ എച്ച് എമ്മിന് നമുക്ക് എന്തുണ്ടാവും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. സോ ഇൻ ടേൺ അപ്പൊ നമുക്ക് അത് എന്തിന് കിട്ടി? ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് കിട്ടി അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്തു? പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. There are only finitely many non-isomorphic group of a given order എന്നാ പറയുന്നത് അല്ലെ. സോ ഇതും പറയുന്നു ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് നോൺ ഐസോമോർഫിക് ഗ്രൂപ്പ്സ് ഓഫ് എ ഗിവൺ ഓർഡർ അല്ലെ. സപ്പോസ് ഒരു പെർട്ടിക്കുലർ ഓർഡറുള്ള നമ്മൾക്ക് എന്തുണ്ട്? ഗ്രൂപ്പുകളുണ്ട്. അതെല്ലാം പറയുന്നത് അതെന്തായിരിക്കും? ഫൈനൈറ്റ്ലി മെനി ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി വിത്ത് സം ഓപ്പറേഷൻ സ്റ്റാർ ആണ് അല്ലെ. അപ്പൊ ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ ആണ്. ആൻഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതായത് ഒരു ഗ്രൂപ്പ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്താണോ ഓപ്പറേഷൻ അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഗ്രൂപ്പിന് ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ അല്ലെ. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ജി ഒരു ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ സ്റ്റാർ എന്തായിരിക്കും? ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ സെറ്റ് ആ സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് ജി ക്രോസ് ജിയിൽ നിന്നും അതേ സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ജി സപ്പോസ് ജിക്കകത്ത് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് n എലമെന്റ്സ് ആണ് എങ്കിൽ ജി ക്രോസ് ജിക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? n² എലമെന്റ്സ് ഉണ്ടാവും. ജിക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? n എലമെന്റ്സ് ഉണ്ടാവും അല്ലെ. സോ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ജി ക്രോസ് ജിയിൽ നിന്നും ജിയിലേക്ക് നമ്പർ ഓഫ് എത്ര ബൈനറി ഓപ്പറേഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? n raised to
ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ. സോ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ സപ്പോസ് എഫ് ഫ്രം എ ടു ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് എങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? കാർഡിനാലിറ്റി ഓഫ് ബി പവർ കാർഡിനാലിറ്റി ഓഫ് എ ആണ് അല്ലെ. സോ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജി ആണ്. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് ജി എന്ന് പറയുന്നത് n ആൻഡ് കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് n സ്ക്വയർ. സോ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് വിൽ ബി ഈക്വൽ ടു n പവർ n സ്ക്വയർ ആയിരിക്കും അല്ലെ. സോ ഇത് അപ്പൊ അറ്റ്മോസ്റ്റ് നമുക്ക് ഇതെല്ലാം ബൈനറി ഓപ്പറേഷൻസ് ആയിക്കൊള്ളുന്നില്ല. സോ അറ്റ്മോസ്റ്റ് നമുക്ക് എന്തുണ്ട്? അറ്റ്മോസ്റ്റ് n പവർ n സ്ക്വയർ ബൈനറി ഓപ്പറേഷൻസ് ആണ് ഉള്ളത് അല്ലെ. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബൈനറി ഓപ്പറേഷൻ തന്നെ അറ്റ്മോസ്റ്റ് നമുക്ക് എത്രയേ ഉള്ളൂ? n പവർ n സ്ക്വയറേ ഉള്ളൂ. ഈ ബൈനറി ഓപ്പറേഷൻസ് തന്നെ എല്ലാം ഒന്നും നമുക്ക് എന്താവില്ല? ഗ്രൂപ്പ് ആവില്ല. കാരണം അഡീഷണലി എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം, ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. സോ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ എല്ലാ n പവർ n സ്ക്വയർ ഒന്നും നമുക്ക് എന്തായിക്കൊള്ളുന്നില്ല? ഗ്രൂപ്പ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അറ്റ്മോസ്റ്റ് ഇത്ര ബൈനറി ഓപ്പറേഷൻസേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്തായിരിക്കും? there exist finite number of groups ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. സോ ഇതും നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടു നമുക്ക് എന്തായി? അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയി. സോ ഹൗ മെനി നോൺ ഐസോമോർഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ് ടു ഐസോമോർഫിസം. അതായത് സപ്പോസ് രണ്ട് ഗ്രൂപ്പുകൾ ചിലപ്പോൾ എന്തായിരിക്കാം? ഐസോമോർഫിക് ആയിരിക്കാം. അത് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. സോ അപ് ടു ഐസോമോർഫിസം അറ്റ് ദ മോസ്റ്റ് നമുക്ക് എത്ര പോസിബിലിറ്റി ഉള്ളൂ? നമുക്ക് അവിടെ ബൈനറി ഓപ്പറേഷൻസ് തന്നെ നമുക്ക് n പവർ n സ്ക്വയറേ പോസിബിൾ ഉള്ളൂ. സോ അത് അപ്പൊ ഏറ്റവും മാക്സിമം നമുക്ക് എന്തേ പോകാൻ പറ്റുള്ളൂ? n പവർ n സ്ക്വയർ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആയിരിക്കും നമുക്ക് അപ് ടു ഐസോമോർഫിസം നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് ഇവിടെ ട്രൂ ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.